വിദ്യാർത്ഥികളെ, കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ക്ലാസ്സുകളും പരീക്ഷകളും നഷ്ടപ്പെട്ടു. ഇന്ന് നമുക്ക് എക്സാം ഓറിയൻ്റായിട്ടുള്ള കുറച്ച് ഗ്രാമർ ക്ലാസ്സുകൾ പഠിക്കാം. അത് നിങ്ങൾ കൃത്യമായി വീഡിയോയിലൂടെ കാണുക, അതടിസ്ഥാനമാക്കി പഠിക്കാം. നമുക്കിന്ന് പ്രധാനമായി നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് പ്രധാനമായി പഠിക്കാം. നൗണായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്ന് പറയുന്ന ടോപ്പിക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഇപ്രകാരം നമുക്ക് നോക്കാം. ഒരു നൗൺ ഫ്രേസിൻ്റെ അകത്ത് പ്രധാനമായും ഒരു പ്രീ ഡിറ്റർമിനർ ഉണ്ടായിരിക്കും, ഒരു ഡിറ്റർമിനർ ഉണ്ടായിരിക്കും, ഒരു ആഡ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഒരു ഹെഡ് നൗൺ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രീ ഡിറ്റർമിനർ, ഡിറ്റർമിനർ, ആഡ്ജക്റ്റീവ്, അതോടൊപ്പം തന്നെ ഹെഡ് നൗൺ, ഇത്രയും ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് പൊതുവായി നൗൺ ഫ്രേസിൽ. ഇതെല്ലാം കൂടി അതിനകത്ത് വരണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം വന്നാലും മതി. അപ്പോൾ നമുക്ക് ആദ്യമായി പ്രീ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പ്രീ ഡിറ്റർമിനർ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിനകത്ത് ഹാഫ്, ഹാഫ് ഓഫ്, മെനി, മെനി ഓഫ്, അങ്ങനെ വരുന്ന പദം. ഹാഫ്, ഹാഫ് ഓഫ്, മെനി, മെനി ഓഫ്, ഇങ്ങനെ വരുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രീ ഡിറ്റർമിനർ എന്ന് പറയുന്നത്. ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ആർട്ടിക്കിൾസായ ഏയ്, ആന്, ദീയ്, ഇതിനെ കൂടാതെ മയ്യ്, ഹിസ്, ഹെർ, അവർ, യുവർ, ഇങ്ങനെയുള്ള പദങ്ങളെയാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് വിച്ച് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു? സപ്പോർട്ട് നൗൺ ആൻഡ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ വിച്ച് ക്വാളിഫൈസ് നൗൺ ആൻഡ് പ്രൊനൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. നൗണിനെയും പ്രൊനൗണിനെയും സപ്പോർട്ട് ചെയ്യുന്ന, അതെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കുകളെയാണ് ആഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണമായി നമ്മൾ ഉപയോഗിക്കാറുള്ള ഓപ്പോസിറ്റ് പദങ്ങൾ, ഹാപ്പി, ഹീ ഈസ് എ ഹാപ്പി മാൻ, ഹാപ്പി എന്ന് പറയുന്ന ആഡ്ജക്റ്റീവാണ്. ദേ ആർ റിച്ച് പീപ്പിൾ, റിച്ച് എന്ന് പറയുന്നത് അവിടുത്തെ എന്താ പറയുന്നത് ആഡ്ജക്റ്റീവാണ്. നമ്മൾ ഉപയോഗിക്കാനുള്ള കളർ, ബ്ലാക്ക് ഷർട്ട്, വൈറ്റ് ഷർട്ട്, ഗ്രീൻ ഷർട്ട്, അങ്ങനെയുള്ള പദങ്ങളൊക്കെയും അതിൻ്റെ അകത്ത് കളേഴ്സായിട്ട് വന്നിട്ടുള്ളതെല്ലാം സ്വാഭാവികമായും ആഡ്ജക്റ്റീവാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പ്രീ ഡിറ്റർമിനറും ഡിറ്റർമിനറും ആഡ്ജക്റ്റീവും ഹെഡ് നൗണും കൂടി ചെല്ലുന്നതാണ് സാധാരണയായി നൗൺ ഫ്രേസായി വരുന്നത്. ഞാനൊരു കുറേ എക്സാമ്പിൾ പറയാം. മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സ് വെൻറ്റ് ടു ടീച്ചിങ് പ്രോഗ്രാം. കണ്ടോ? മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സ് വെൻറ്റ് ടു ടീച്ചിങ് പ്രോഗ്രാം. ഇവിടെ മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സ്, ഇതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അതിനകത്ത് മോസ്റ്റ് ഓഫ് എന്ന് പറയുന്ന വാക്ക് പ്രീ ഡിറ്റർമിനറും, ദി എന്ന് പറയുന്ന ഡിറ്റർമിനറും, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഹെഡ് നൗണുമാണ്. അപ്പം നൗൺ ഫ്രേസ് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടീച്ചേഴ്സ് അല്ലേ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഹാഫ് ഓഫ് ദി സ്റ്റുഡൻസ് വെൻറ്റ് ടു വൺ ഡേ ട്രിപ്പ്. അപ്പം ഹാഫ് ഓഫ് എന്ന് പറയുന്ന വാക്കാണ് പ്രീ ഡിറ്റർമിനർ. ദി എന്ന് പറയുന്ന ഡിറ്റർമിനർ. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? ഹെഡ് നൗൺ. അപ്പം മോസ്റ്റ് ഓഫ് ദി ടാലൻറ്റഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി സ്റ്റുഡൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സെൻറ്റൻസുകൾ സ്വാഭാവികമായി ഏതിൽ വരും? നൗൺ ഫ്രേസിലാണ് വരിക. അപ്പം ഞാൻ കുറേ എക്സാമ്പിൾ പറയാം. മൈ അങ്കിൾ ഈസ് എ ഡോക്ടർ. അതിനകത്ത് ഏതാ നൗൺ ഫ്രേസ്? മൈ അങ്കിൾ എന്ന് പറയുന്ന സെൻറ്റൻസാണ് എന്തോന്ന് നൗൺ ഫ്രേസായി വരുന്നത് അല്ലേ. ഇനിയും കുറേ എക്സാമ്പിൾ കൂടി നമ്മുടെ പുസ്തകവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മോസ്റ്റ് ക്ലവർ സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഫെയിൽ ടു സ്കോർ 100 മാർക്സ് ഇൻ മാത്തമാറ്റിക്സ്. കണ്ടോ? മോസ്റ്റ് ഓഫ് ദി ക്ലവർ സ്റ്റുഡൻസ്, അതാണ് നൗൺ ഫ്രേസ്. അതിനകത്ത് മോസ്റ്റ് ഓഫ് എന്ന് പറയുന്ന വാക്ക് എന്താണ്? മോസ്റ്റ് ഓഫ് എന്ന് പറയുന്ന വാക്ക് പ്രീ ഡിറ്റർമിനർ. ദി എന്ന് പറയുന്ന വാക്ക് എന്തുവാ? ഡിറ്റർമിനർ. ക്ലെവർ എന്ന് പറയുന്ന വാക്ക് സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആഡ്ജക്റ്റീവ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഹെഡ് നൗണ്. മോസ്റ്റ് ഓഫ് ദി ക്ലെവർ സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് ആ സെൻറ്റൻസിനകത്ത് ഏതായി വരിക? നൗൺ ഫ്രേസായി വരിക. അപ്പോൾ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അതിനകത്തൊരു ഒരു നൗൺ ഉണ്ടായിരിക്കും, അതൊരു മിനിമം ഒരു ഹെഡ് നൗൺ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം മൈ ഫ്രണ്ട് സിങ്സ് വെൽ, അപ്പോൾ അടുത്ത് മൈ എന്ന് പറയുന്നതാണ് നിങ്ങൾ പറഞ്ഞ ഡിറ്റർമിനർ. മൈ ഫ്രണ്ട് എന്നുള്ള വാക്കാണ് അവിടുത്തെ എന്തോന്ന് പറയുന്നത്? ഹെഡ് നൗൺ. അപ്പോൾ മൈ ഫ്രണ്ട് എന്ന് പറയുന്നതാണ് അവിടുത്തെ നൗൺ ഫ്രേസ്. ഉറപ്പായി നിങ്ങളിത്
പഠിക്കും. അപ്പോൾ അതാണ് നൗൺ ഫ്രേസുമായി ബന്ധപ്പെടുന്ന ടോപ്പിക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി വേർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതൊരു ഓക്സിലറി വെർബോ മെയിൻ വെർബോ ഉണ്ടായിരിക്കുക എന്നുള്ളത് അല്ലേ. വി വെയർ സെർച്ചിങ് എവരിവെയർ. വി എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഓൾറെഡി എന്തുവാണ്? നൗൺ ഫ്രേസാണ്. വെയർ സെർച്ചിങ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വേർബ് ഫ്രേസ്. ഓക്കെ. ദ ബോയ് പ്ലക്ക്ഡ് ദി ഫ്ലവേഴ്സ്. ദി ബോയ് എന്ന് പറയുന്ന വാക്ക് മാത്രമേ വഴിയുള്ളൂ. ദ ബോയ് എന്ന് പറഞ്ഞാൽ ഹെഡ് നൗൺ. അപ്പം ബോയ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസും പ്ലക്ക്ഡ് ദി ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വേർബ് ഫ്രേസും അല്ലേ. ഡോഗ്സ് ബാർക്ക്, രണ്ട് വാക്കേ ഉള്ളൂ. ഡോഗ്സ് ബാർക്ക്. ഡോഗ് എന്ന് പറയുന്നത് നൗൺ ഫ്രേസും ബാർക്ക് എന്ന് പറയുന്നത് വേർബ് ഫ്രേസും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ്, അതായത് മെയിനായിട്ട് വേർബ് ഉൾപ്പെടുന്ന സെൻറ്റൻസുകളായിട്ട് വരുന്നതാണ് നമ്മളെന്തെന്ന് പറയുന്നത് വേർബ് ഫ്രേസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ഈ നൗൺ ഫ്രേസും വേർബ് ഫ്രേസും ഉറപ്പായിട്ടും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. പരീക്ഷയ്ക്ക് 2 മാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾ ഞാൻ അയച്ചു തരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കും. ഓക്കെ, താങ്ക് യു.